പശ്ചിമേഷ്യയിലെ കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധം ഇന്ത്യയിലെ അടുക്കളകളും കീഴടക്കുമ്പോൾ എന്നിതിന് ശമനമുണ്ടാകും എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടിയില്ല. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തുടർന്നും തടസ്സപ്പെട്ടാൽ പാചകവാതക വിതരണം നിലയ്ക്കുന്നതോടെ അടുക്കളയും യുദ്ധക്കെടുതിയിലാകും. വീടുകളിലേക്ക് സിലിണ്ടറുകളിൽ എത്തേണ്ട ദ്രവീകൃത പെട്രോളിയ വാതക ലഭ്യതയും വിതരണവും പരിമിതപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം സംജാതമാവുകയാണ്. യുദ്ധവുമായി പുലബന്ധം പോലുമില്ലാത്ത ഇന്ത്യയിലെ 30 കോടിയിൽ പരം കുടുംബങ്ങളുടെയും അനേക കോടി സാധാരണ മനുഷ്യരുടെയും ജീവിതത്തിലാണ് ഇത്തരത്തിൽ അനിശ്ചിതത്വത്തിന്റെ നിഴൽ വീഴ്ത്തിയിരിക്കുന്നത്. ഭക്ഷണാവശ്യത്തിന് പാചകവാതകത്തെ ആശ്രയിക്കുന്ന ബഹുകോടി കുടുംബങ്ങളും വ്യക്തികളും ശരിക്കും പറഞ്ഞാൽ പരിഭ്രാന്തിയിലാണ്. പരമ്പരാഗത രീതിയിൽ വിറക്, കരി, മണ്ണെണ്ണ എന്നിവ ഉപേക്ഷിച്ച് താരതമ്യേന ശുദ്ധ ഇന്ധനമായ പാചകവാതകത്തിലേക്ക് മാറിയ മഹാഭൂരിപക്ഷം ഇന്ത്യക്കാർക്ക് മുമ്പിൽ മറ്റൊരു പാചകവാതക ഇന്ധനം ഇല്ലാത്ത അവസ്ഥ. ഹോട്ടലുകളെയും ഭക്ഷണ വിതരണ സംവിധാനങ്ങളെയും തെരുവോര ഭക്ഷണ വ്യാപാരത്തെയും ആശ്രയിച്ചിരിക്കുന്നവർക്ക് മുമ്പിലാണ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഭക്ഷണ സ്രോതസ് അടഞ്ഞിരിക്കുന്നത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും കൂട്ടിരിപ്പുകാരെയും തുറച്ചു നോക്കുന്നത് വിശപ്പിനെ പറ്റിയുള്ള ആശങ്കയാണ്. വിദ്യാർത്ഥികളും തൊഴിലെടുക്കുന്നവരും ആശ്രയിച്ചു പോന്ന ഹോസ്റ്റലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ യുദ്ധം സാധാരണ മനുഷ്യരുടെ അടുക്കളകളിലും തീൻമേശയിലും വരെ എത്തിയിരിക്കുന്നു. ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന ഒരേയൊരു വിഭാഗം ഇന്ത്യൻ ഭരണകൂടവും അതിന്റെ നേതൃത്വവും മാത്രമാണെന്ന പ്രതീതിയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ലോക്സഭയിൽ നടത്തിയ പ്രസ്താവനയിൽ നൽകുന്നത്. കോവിഡ് മഹാമാരിയെ മറികടന്നതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴത്തെ പ്രതിസന്ധിയും നാം മറികടക്കുമെന്നായിരുന്നു മറ്റൊരു കേന്ദ്രമന്ത്രി പ്രശ്നത്തോട് പ്രതികരിച്ചത്. കേരളത്തിലെ പാചകവാതക ബോട്ടിലിംഗ് പ്ലാന്റുകളിൽ വാതകം നിറയ്ക്കുന്നതിലും അവയുടെ വിതരണത്തിലും സാരമായ കുറവ് വന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയും എണ്ണ പ്രകൃതിവാതക ടാങ്കറുകളുടെ സഞ്ചാരം തടസ്സപ്പെടുകയും ചെയ്തതോടെ ഇന്ത്യയിലേക്കുള്ള അവയുടെ പ്രവാഹം നിലച്ചിരിക്കുകയാണ്. US, നോർവ, അൾജീരിയ തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്നും ഭരണകൂടം പ്രതീക്ഷിക്കുന്ന ഇറക്കുമതിക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിൽ യുദ്ധം മൂലം ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ കാലതാമസത്തിനും കൂടിയ വിലയ്ക്കും കാരണമാവും. ഇതോടെ യുദ്ധം US-ഉം ഇസ്രയേലും കണക്ക് കൂട്ടിയതുപോലെ ദിവസങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന ഒന്നായിരിക്കില്ല എന്ന് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒന്ന് മാത്രം ഓർക്കണം, ഈ യുദ്ധത്തിൽ പരാജയപ്പെടാൻ പോകുന്നത് മനുഷ്യർ മാത്രമാണ്.